ഹലോ, ഞാൻ നിങ്ങളുടെ ഷാലുവിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഹെയർ സ്റ്റൈൽ. നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്താലും ഹെയർ സ്റ്റൈൽ കോളോ ആയി കഴിഞ്ഞാൽ പിന്നെ പോയി, കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഈ ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം കളയുന്നവരുണ്ട്. മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് ചെയ്തിട്ടായാലും ഹെയർ വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പോട്ടെ, എന്നാൽ പിന്നെ ഫ്രീ ഹെയർ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു പോണിറ്റെയിൽ കെട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു ബൺ ചെയ്യാം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് ഹെയർ സ്റ്റൈലുമായിട്ട് പോകാറുണ്ട്. ബട്ട് ഫേസിന് തന്നെ ഒരുപാട് വ്യത്യാസം വരുന്നത് നമ്മളൊരു വേറൊരു ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചാൽ ഐ തിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ലൈക്ക് ഞാൻ നോർമലി ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ഹെയർ കെട്ടിയേക്കുന്നത്. ചില ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ വിത്തിൻ മിനിറ്റ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള 5 ഹെയർ സ്റ്റൈലിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ ഹെയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാ കൊടുക്കുന്നു. ഇപ്പൊ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കൂടുതലായിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ്പ് ഓൺ മെസ്സേജിങ്, കീപ്പ് ഓൺ കമന്റിങ്. സോ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ നമ്മുടെ ക്വിക്കായിട്ടുള്ള ഹെയർ സ്റ്റൈൽസിലെ ഫേസ്റ്റ് ഹെയർ സ്റ്റൈൽ, നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഓൺലി ദിസ് ബാൻഡ്, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം. സോ ഞാനിത് ജസ്റ്റ് കയ്യിലേക്ക് ഇടുകയാണ്. ആൻഡ് ഈ കാത് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അവിടുന്ന് കുറച്ച് ഹെയർ എടുക്കാം. ആൻഡ് ഈ കാതിൻ്റെ സൈഡിൽ നിന്നും ജസ്റ്റ് ഫ്രം ദ സൈഡ്സ് ഓഫ് യുവർ ഇയേഴ്സ് ടേക്ക് സം ഹെയർ. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, വി ആർ ജസ്റ്റ് ഗോണ കവർ എ ഇയർ സൈഡ്. ഈ ഇയർ കവർ ചെയ്താൽ തന്നെ നമുക്ക് മോസ്റ്റ്ലി എല്ലാ ഹെയർ സ്റ്റൈലിലും കുറച്ച് ഭംഗി ഉണ്ടാവും ആൻഡ് കുറച്ചുകൂടെ ഒരു യങ്ങർ ലുക്ക് വരും നമുക്ക്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എനിക്കിവിടെ കുറച്ച് ഹെയർ കുറവായതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി കൂടുതൽ എടുക്കണ്ടേ, ഫ്രണ്ടിലോട്ടിടാണ്. ആൻഡ് ഇവിടുന്ന് എടുത്തിട്ട് ജസ്റ്റ് ടേക്ക് എ ടെയിൽ കോംബ്, ജസ്റ്റ് ഒന്ന് ചീവി കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഹെയർ ബാൻഡ്. Tie it tight, maybe 2-3 times. ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിട്ടിട്ട് what we are gonna do is just do like this, just like this. Okay, cover your ear and then this. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഹെയർ സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഐ ലൈക്ക് it like this. Just a tail comb എടുത്തിട്ട്, or you can just use your finger, just do it like this. Okay, that's it. just ബാക്കി പാർട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തിടുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ലുക്ക്, ക്യൂട്ടായിട്ടുള്ള ഫസ്റ്റ് ലുക്ക് റെഡി ആയി കഴിഞ്ഞു. കാണാൻ പറ്റില്ലേ? Can you see guys? That's it. Very simple and cute. Okay, നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് 2 or 3 ഹെയർ പിൻസ്, പിന്നെ ഒരു ഫ്ലോറൽ ക്ലിപ്പ് ഓർ എനി ക്ലിപ്പ് യു ഹാവ്. ഒരു ഫ്ലോറൽ ക്ലിപ്പ് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ടേക്ക് സം ഹെയർ ഫ്രം വൺ സൈഡ്
ജസ്റ്റ് എ സ്മോൾ പോർഷൻ ആൻഡ് ലീവ് ദ അതർ സൈഡ് ലൈക്ക് ദിസ്. നമ്മൾ ഈ സൈഡിലൊന്നും ചെയ്യുന്നില്ല. ഹെയർ വെച്ചിട്ട് ഇയർ ഒന്ന് കവർ ചെയ്തിടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആൻഡ് ഇവിടെയും നമ്മൾ ഇയർ കവർ ചെയ്യാണ് വിത്ത് ദ ഹെയർ. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ട്വിസ്റ്റ് 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 ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ കുറച്ച് ഹെയർ ഇടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ secure it with hairpin. Okay, ഫ്രണ്ടിലോട്ട് ഹെയർ കുറച്ചുണ്ടാവണം. ജസ്റ്റ് മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ഇറ്റ്. പിന്നെ ഈ ഒരു ഫ്ലോറൽ പിൻ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ക്ലിപ്പ് ചെയ്യാം കേട്ടോ. എനിക്കിത് കുറച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആക്കാം. ഫോർഹെഡ് ഒരു ഹാഫ് കവർ ചെയ്യണം. ആൻഡ് ദെൻ ജസ്റ്റ് ലീവ് ദ അതർ സൈഡ് ലൈക്ക് ദിസ്. അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. കാണാൻ പറ്റില്ല നിങ്ങൾക്ക്? സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാനും പറ്റും. ഒരുപാട് ടൈം ഇതിന് കളയണ്ട. ഓക്കെ, നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ. ഈ ഹെയർ സ്റ്റൈലിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ദിസ് ഹെയർ ബാൻഡ് ആൻഡ് നമുക്ക് പിന്നെ ഒരു ടെയിൽ കോം മാത്രം വേണം. ഇതിൽ ആദ്യം തന്നെ നമ്മളൊരു ഹെയർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ തലയിൽ വയ്ക്കാം. ആൻഡ് ദെൻ ടേക്ക് സം ഹെയർ, cover your ear. Important step. Take some hair, cover your hair. Okay, നിങ്ങളിപ്പോൾ നോർമൽ രീതിയിൽ ഹെയർ ഇട്ടിട്ടുണ്ട്, ഇയർ മാത്രം കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ബാക്ക് സൈഡിൽ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് take a comb, just comb it gently. ഒരു ടെയിൽ കോംബ് ഉണ്ടെങ്കിൽ it will be more good. ഇല്ലെങ്കിൽ നോർമൽ കോംബ് ആയാലും മതിയാവും കേട്ടോ. Take some hair to the front. Okay, and then നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. With the tail comb you can back comb some hair. Back comb ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഈ ടെയിൽ കോംബ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറച്ചുകൂടെ പഫി ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് വേണ്ടത്രയും പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വോളിയം തോന്നും. ഈ സൈഡിൽ നിന്നും അതേപോലെ ഒന്ന് ബാക്ക് കോം ചെയ്തിട്ട് നന്നാവും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ജെന്റിലായിട്ട്, പിന്നെ ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ട് കോംബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ജെന്റ്ലി കോംബ് ഇട്ട്. ദെൻ കുറച്ചിത് ഫ്രണ്ടിലോട്ട് പുള്ളി ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബാക്കിൽ എക്സ്ട്രാ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കോംബ് ചെയ്തിടുക. Simple, 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 but very cute. Just trust me guys, this hairstyle is the best. I love this hairstyle. It's very simple. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യാം. ആൻഡ് ഇത് അങ്ങനെ കിടക്കുകയും ചെയ്യും. നമ്മൾ എപ്പോൾ ഇതിങ്ങനെ ഇടുന്നോ അതേപോലെ ക്യൂട്ടായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഇതേപോലെയുള്ള ഡ്രസ്സസിനൊക്കെ ഇത് നല്ല ഭംഗി ഉണ്ടാവും.
ഓക്കെ, നമ്മുടെ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 to 3 ഹെയർ പിൻസ് ഓർ 1 ക്ലച്ചർ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ഹെയർ just from the ear part and then from here കുറച്ച് ഹെയർ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, എന്നെ അറിയാവുന്നവർക്കും, അല്ലെങ്കിൽ എൻ്റെ ചാനൽ മുതൽ സൂര്യ ടി വിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മുതലേ ഉള്ള എൻ്റെ സിഗ്നേച്ചർ ഹെയർ സ്റ്റൈലാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈൽ വേണ്ട, അതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം. ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു കവർ യുവർ ഇയർ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഇയർ കവർ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്തിട്ടില്ലാത്തവർ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഹെയർ ഇതേപോലെ എടുത്തു. ഫ്രണ്ടിലോട്ട് കുറച്ച് ഹെയർ ഇട്ടിട്ടുണ്ട്, ഇയർ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ അതേപോലെ ഫ്രണ്ടിലോട്ട് കുറച്ച് ഹെയർ ഇട്ടിട്ടുണ്ട്, ഇയർ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്യാം മുകളിലോട്ട്. ആൻഡ് secure it with hairpin. നിങ്ങൾക്ക് എത്ര ഹെയർ പിൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്കിതൊരു 2 ഹെയർ പിന്നിൽ നിന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഫി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടെയിൽ കോംബ് എടുത്തിട്ട് ഇതേപോലെ കെയർഫുള്ളി കുറച്ച് മുകളിലോട്ടൊന്ന് ചീവി കൊടുക്കാം. സിമ്പിൾ, സി, ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ആൻഡ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും, പ്രാക്ടീസ് ചെയ്യണം. ഇത് ചെയ്യാൻ കുറച്ച് പാടുണ്ടെങ്കിൽ ഞാനിനി ഒരു ടൈപ്പ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഹെയർ പിന്നൊക്കെ എടുക്കാം. ക്ലച്ചർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. സെയിം ഇതേപോലെ നമ്മൾ കുറച്ച് ഹെയർ എടുത്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നില്ല, പകരം ഒന്ന് കെട്ടിയിടാം. ജസ്റ്റ് ഇതേപോലെ എടുത്തിട്ട് നോർമലി ചെയ്യുന്ന പോലെ ഒന്ന് കെട്ടിയിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ഉള്ളിലോട്ടാക്കുക. ജസ്റ്റ് pull it like this. Just pull it, push. And ഒരു ക്ലച്ചർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. കുറച്ചുകൂടെ പഫി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ മുന്നോട്ട് വെച്ചിട്ട് ഒരു ബോബി പിൻ ഓർ ജസ്റ്റ് വിത്ത് ഹെയർ പിൻ ഒന്ന് സെക്യൂർ ചെയ്യാം. ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ആൻഡ് ഈ സൈഡൊക്കെ കുറച്ച് കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഈ ഹെയർ സ്റ്റൈലും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ 5th ഹെയർ സ്റ്റൈൽ. ഇതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് കുറച്ച് ഹെയർ പിൻസ് മാത്രം മതിയാവും. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ ഫ്രണ്ടിലോട്ട് വിട്ടിട്ട് ജസ്റ്റ് ലീവ് സം ഹെയർ ആൻഡ് ടേക്ക് എ സ്മോൾ പോർഷൻ ആൻഡ് ദെൻ പഫ് ഇറ്റ് ലൈക്ക് ദിസ്. പഫ് ചെയ്തിട്ട് സെക്യൂർ ഇറ്റ് വിത്ത് ഹെയർ പിൻ. കുറച്ച് പഫി ആയിട്ടിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. If you can just cover your hair, ear, not hair, ear. ഇതിങ്ങനെ കുറച്ച് ഭംഗിയുണ്ട്. ബട്ട് നമ്മൾ അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ലീവ് സം ഹെയർ, ടേക്ക് എ സ്മോൾ പോർഷൻ ആൻഡ് ദെൻ puff it. And then again secure it with a hairpin or 2 or 3 or 4, doesn't matter.
അപ്പം നമ്മൾ ഇവിടെ കുറച്ച് പഫിയാക്കി നിർത്തിയിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് ഹെയർ വിട്ടിട്ടുണ്ട്. ഇഫ് യു ക്യാൻ ജസ്റ്റ് കവർ യുവർ ഇയർ ഓർ ഇറ്റ്സ് ഫൈൻ. ഈ ഹെയർ സ്റ്റൈലിൽ ഓക്കെ. ഇവിടെ കുറച്ചുകൂടെ പഫി ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഈ സൈഡിൽ നല്ല പഫി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ പഫിയാക്കാൻ ഒരു ഹെയർ പിൻ കൂടെ എടുത്തിട്ട് ടൈറ്റായിട്ട് കുത്തിവെക്കാം. It just took me like a minute or two. Very, very, very simple, very cute. And ട്രഡീഷണൽ ആയാലും നമ്മുടെ മോഡേൺ വെയർ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും നല്ലതുപോലെ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. ആൻഡ് റീസെൻ്റ്ലി എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഹെയറിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഹെയറിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കിപ്പം അറിയാലോ, സെക്കൻഡ് ബേബി ആയി. അപ്പം അതിനുശേഷം എനിക്ക് കുറേ ഹെയർ ലോസ് ഉണ്ടായിരുന്നു, കുറേ മുടിയൊക്കെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലായിരുന്നു, ഡിപ്രഷൻ ലെവലിലോട്ടൊക്കെ പോയി. ബട്ട് ഞാൻ കുറച്ച് ഹെയർ മാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്പ് മീ. അപ്പോൾ ഹെയർ മാസ്ക് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഗ്ലാസ് സ്കിൻ വരുന്ന ഫേഷ്യലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ കുറേ പേർക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് പേർക്ക് കടലമാവില്ല, കുറച്ച് പേർക്ക് അതേപോലെ തന്നെ റോസ് വാട്ടർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിന് പകരം എന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആൻഡ് ദെൻ ഇഫ് യു ക്യാൻ, നിങ്ങൾ ഇതേപോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ആ ഫോട്ടോസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്കൊന്ന് കാണാൻ ഇട്ടേക്കോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റഗ്രാം ഓർ ടിക്ടോക്കിലല്ലോ, അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാലും ജസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ ഈ 5 ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.